ഹെവി വർക്കൊന്നും ഇല്ലാത്തൊരു ദിവസത്തെ കുറച്ച് കേക്ക് ഓർഡറുകളും അതിൻ്റെ സിമ്പിൾ ഡെക്കറേഷൻസും ഒക്കെ കാണാനായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. 6ഓളം കേക്കുകളാണ് നമ്മൾ ഇന്ന് ഡെലിവറി ചെയ്തിട്ടുള്ളത്. അതിനകത്ത് എല്ലാം തന്നെ സിമ്പിൾ വർക്കുകളായിരുന്നു. ഇത് ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ്, 1 kg വെയിറ്റ് വരുന്നത്. ദിയാകൃഷ്ണയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് 8th ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് പാരൻസ് ഓർഡർ ചെയ്തൊരു കേക്കായിരുന്നു ഇത്. നമ്മളുടെ തന്നെ നേരത്തെ ചെയ്തു വെച്ചിരുന്നൊരു കേക്കിൻ്റെ മോഡലാണ് അവർ റെഫറൻസ് ആയിട്ട് തന്നിരുന്നത്. അപ്പോൾ അതിനകത്ത് ഇതുപോലെ ഫോണ്ടൻറ്റിൽ റൗണ്ട് കട്ട് ചെയ്തിട്ടാണ് പേരും വിഷും എഴുതിയിരുന്നത്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ചുറ്റിലും കുറച്ച് സ്റ്റാറുകളും ഹാർട്ടുകളും ഒക്കെ വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ടിട്ടാണ് നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്, ഒരു വർക്കും ഇല്ല, നമുക്ക് സാധാരണ റേറ്റിൽ തന്നെ കൊടുക്കാൻ പറ്റുന്നൊരു സിമ്പിൾ കേക്കാണിത്. അപ്പോൾ ചോക്ലേറ്റ് ട്രഫിളിൻ്റെ വർക്ക് നമ്മൾ ഇങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ്. അപ്പോൾ പാക്ക് ചെയ്ത് ഡെലിവറിക്ക് വേണ്ടി വിടുവാണ് കേട്ടോ. നമുക്ക് ഒത്തിരി കേക്കുകൾ അറ്റ് എ ടൈം സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇപ്പോൾ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ മാക്സിമം കേക്കുകൾ കൊടുക്കുന്നതിൻ്റെ ടൈമിനനുസരിച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ സ്റ്റോർ ചെയ്യാറില്ല അധിക സമയം. അപ്പോൾ ഈ ഒരു കേക്ക് കൊടുത്ത് വിടുന്നുണ്ട്. ദെൻ നമുക്ക് ചെയ്യാനുള്ളതൊരു വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ ആയിരുന്നു. ഈ ഒരു കേക്കിൻ്റെ മോഡലും അവർ തന്നിട്ടുള്ളതായിരുന്നു. പിന്നെ ബട്ടർഫ്ലൈ എൻ്റെ വക ഒരു കൂട്ടിച്ചേർക്കലാണ് കേട്ടോ. ഓരോ കേക്കിലും ബട്ടർഫ്ലൈ വെക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ ഉണ്ടല്ലോ, എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ തരുന്ന ഒരു ഐറ്റം എന്തെങ്കിലും കാണുമല്ലോ, അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ബട്ടർഫ്ലൈ വെച്ച് ഭംഗിയാക്കി കുറച്ച് ഷുഗർ ബോൾസും ഇട്ട് ഈ വർക്കും കൂടെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് പാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളതൊരു വാൻചോ കേക്കായിരുന്നു. കണ്ടാൽ തന്നെ അറിയാം ഈ വാൻചോ കേക്കിൻ്റെ ലുക്ക്. അതുപോലെ തന്നെയാണ് ടേസ്റ്റും. 1 kg സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കേക്കാണിത്. അപ്പോൾ ഇതിലും വേറെ ഹെവി വർക്കുകളൊന്നുമില്ല. സാധാരണ നമ്മൾ വാൻചോ കേക്ക് ഫിനിഷ് ചെയ്യുന്നത് പോലെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബട്ടർഫ്ലൈയെ പറ്റി ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് നമുക്കൊരു കാത്തു തീമിലുള്ള 2 ടയർ കേക്കാണ് ഫിനിഷ് ചെയ്യാനുണ്ടായിരുന്നത്. ഇതൊരു 2.5 kg വെയിറ്റ് വരുന്നൊരു കേക്കായിരുന്നു. കാത്തു തീമിൽ വേണമെന്നുള്ളതായിരുന്നു അവരുടെ കണ്ടീഷൻ. ആൻഡ് 3rd ബർത്ത്ഡേ ആയിരുന്നു. അപ്പം നമ്മളത് സൂപ്പറായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഈ കേക്കിന് നമ്മൾ കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും 3ൻ്റെ ഒരു കാൻഡിലും കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാനുള്ളതൊരു റെഡ് ബി കേക്ക് ആയിരുന്നു. അപ്പോൾ ഇത് ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തൊരു കേക്കാണ്. അപ്പോൾ റെഡ് ബിയുടെ സവിശേഷതകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ 3 കളറിലുള്ള സ്പഞ്ചുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് റെഡ് വെൽവെറ്റിൻ്റെയും വൈറ്റ് ഫോറസ്റ്റിൻ്റെയും ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെയും സ്പഞ്ചുകളാണ് ഓരോ ലെയറിലും നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. പിന്നെ വളരെ സിമ്പിളായിട്ടാണ് ഇത് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. സൈഡിൽ കൊടുത്തിരിക്കുന്നത് റെഡ് വെൽവെറ്റിൻ്റെ ക്രംസ് ആണ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ബ്ലൂബെറി കേക്കാണ്. പ്രത്യേകിച്ച് വിഷ് ഒന്നും എഴുതാനില്ലാത്തൊരു കേക്കായിരുന്നു കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നത് ബ്ലൂബെറി കേക്ക് കഴിക്കാൻ ക്രേവിങ് വന്നിട്ട് ആരും ഓർഡർ ചെയ്തൊരു കേക്കാണ് ഇതെന്നാണ്. എന്തായാലും നമ്മുടെ ബട്ടർഫ്ലൈനെ ഒഴിവാക്കാതെ തന്നെ നമ്മൾ ഈ ഒരു സാധനം ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സൈഡിൽ വെച്ചിരിക്കുന്ന ഒരു വേഫർ റോളാണ്. പിന്നീട് അത് ഒരു ബാധ്യതയായിട്ട് എനിക്ക് തോന്നിയപ്പോൾ വീണ്ടും ഒരു ബട്ടർഫ്ലൈ വെച്ച് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ ഭംഗിക്ക് കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു കേക്കിൻ്റെയും കംപ്ലീറ്റ് നമ്മൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഡെലിവറിക്ക് വേണ്ടി കൊടുത്തു വിടുവാണേ. അത് കഴിഞ്ഞപ്പോൾ ദേ വരുന്ന അടുത്ത സിമ്പിൾ കേക്ക്. ഇതൊരു റെഡ് വെൽവെറ്റ് കേക്ക് ആയിരുന്നു. ഇതിനകത്ത് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, 12th ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നാണ് എഴുതാനുണ്ടായിരുന്നത്. അപ്പോഴത്തെ ബട്ടർഫ്ലൈ പറന്ന് വന്ന് അതിനകത്ത് ഇരുന്നിട്ടുണ്ട്. എനിക്കൊന്നും ചെയ്യാനില്ല ഗൈസ്, എൻ്റെ ബട്ടർഫ്ലൈസൊക്കെ തന്നെ വന്ന് കേക്കിൻ്റെ മുകളിലിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വർക്കുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേക്ക് ഏതാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് വേറൊരു കാര്യം പറയാനുള്ളത്, എന്തെങ്കിലും എൻക്വയറീസോ ഓർഡേഴ്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും റിപ്ലൈ തരുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ചിന്ന വണക്കം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.